ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യയുടെ ഏറ്റവും പുതിയ പാൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കങ്കുവ തിയേറ്ററുകളിൽ കൃത്യം 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ 5 ദിവസത്തെ കേരള വേൾഡ് വൈഡ് തമിഴ്നാട് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ അതിലുപരി ഞായറാഴ്ച പ്രതീക്ഷിച്ചതുപോലെ 90 കോടിയിലേക്ക് പോലും സിനിമയ്ക്ക് ഇനിയും എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ സിനിമയ്ക്ക് 5 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷയെങ്കിൽ 4 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് 89 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കങ്കുവ എത്തപ്പെട്ടിട്ടുള്ളൂ. ഇന്നത്തോടെ മാത്രമേ സിനിമ 90 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കടക്കുകയുള്ളൂ. അങ്ങനെ 100 കോടിയിലേക്ക് കളക്ഷൻ വേഗത്തിൽ എത്തപ്പെടാൻ പോലും സിനിമ പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നാം ബോക്സ് ഓഫീസിൽ കാണുന്നത്. ഇതിനിടയിൽ സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 3D ചാർജ് ഉൾപ്പെടെ 28 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം 5-ാം ദിവസം തിങ്കളാഴ്ച 1.5 കോടിയിലധികം ഗ്രോസ് ആണ് തമിഴ്നാട്ടിൽ സൂര്യയുടെ സ്വന്തം സംസ്ഥാനത്ത് കങ്കുവ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഫൈനൽ തമിഴ്നാട് ഗ്രോസ് 50 കോടി കടക്കില്ല എന്നാണ് ഇതിനോടകം തന്നെ തമിഴ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. കേരളത്തിൽ 6 കോടി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കളക്ഷൻ കടന്ന കങ്കുവ എന്ന സിനിമ ആകെ മൊത്തത്തിൽ വൻ നിരാശാജനകമായ ബോക്സ് ഓഫീസ് പ്രകടനം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ സ്റ്റുഡിയോ ഗ്രീനിൽ നിന്നുള്ള സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററിനായിട്ടാണ്. ആദ്യം 3 ദിവസങ്ങളിൽ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിരുന്നു. അവസാനമായിട്ട് ഈ കാണുന്ന 127 കോടി രൂപയ്ക്ക് മുകളിലുള്ള പോസ്റ്ററായിരുന്നു വന്നത്. 4-ാം ദിവസമായ ഞായറാഴ്ചത്തെ കളക്ഷൻ അടക്കം ഇനിയും വന്നിട്ടില്ല. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നത് ഇതിനോടകം തന്നെ ആരാധകരിൽ സംശയം ഉണർത്തുന്നു. എന്തായാലും അടുത്തൊരു 150-200 കോടി റേഞ്ചിലുള്ള ഒഫീഷ്യൽ കളക്ഷനാണ് നിലവിൽ വരികയാണെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കങ്കുവയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.